ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ബെയിൽമെന്റ്, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, പിന്നെ ടൈപ്സ് എന്താണ്, അതുപോലെ തന്നെ ബെയിലറുടെയും ബെയിലിയുടെയും ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബെയിൽമെന്റ് എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു സാധനം ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ബെയിൽമെന്റ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ പൊസഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഓണർഷിപ്പ് എപ്പോഴും ആരുടെ കയ്യിൽ തന്നെയാണ്? ആരാണോ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ സാധനം അതിന്റെ ഉടമസ്ഥതയിലുള്ളത് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ആയിരിക്കും. മറ്റേയാൾക്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അത്തരത്തിലുള്ള കോൺട്രാക്ട് അല്ലെങ്കിൽ അതൊരു കോൺട്രാക്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് എന്ന് പറയാം. അപ്പൊ ബെയിൽമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് വ്യക്തികൾ, അതിൽ ഒരാൾ ഒരു സാധനത്തിന്റെ ഉടമസ്ഥനായിരിക്കും. അദ്ദേഹം മറ്റൊരു വ്യക്തിക്ക് ആ സാധനം കൊടുക്കാണ്, എന്തെങ്കിലും ഒരു പർപ്പസ് അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. എ ബെയിൽമെന്റ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലീഗൽ റിലേഷൻഷിപ്പ് വേർ എ ഫിസിക്കൽ പൊസിഷൻ ഓഫ് പേഴ്സണൽ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് വിതൗട്ട് ട്രാൻസ്ഫറിംഗ് ഓണർഷിപ്പ്. എന്താ പറഞ്ഞത്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ആണ് അല്ലേ? എന്താ റിലേഷൻഷിപ്പിൽ പറയുന്നത്? ഫിസിക്കൽ പൊസിഷൻ ഓഫ് പേഴ്സണൽ പ്രോപ്പർട്ടി. ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഫിസിക്കൽ പൊസിഷൻ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? വൺ പേഴ്സൺ ടു അനദർ. അയാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട്. അതെ, അപ്പൊ എന്താ പറഞ്ഞത്? ഇതൊരു ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ പൊസിഷനിലുള്ള ഒരു സാധനം മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പെർട്ടിക്കുലർ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിതൗട്ട് ട്രാൻസ്ഫറിംഗ് ഓണർഷിപ്പ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ, അതായത് ടൈറ്റിൽ ഡീഡ് ട്രാൻസ്ഫർ ചെയ്യാതെ പൊസഷൻ മാത്രം മറ്റൊരു വ്യക്തിയിലേക്ക് കൊടുക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ലീഗൽ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. ദ ഫോളോയിങ് ആർ ദി ടു പാർട്ടീസ് ടു എ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ്. ഒരു ബെയിൽമെന്റ് കോൺട്രാക്റ്റിൽ രണ്ട് പാർട്ടീസ് ആണ് വരുന്നത്. ആരാണോ സാധനം കൊടുത്തത്, ആരാണോ സാധനം വാങ്ങിച്ചത് അല്ലേ? അങ്ങനെ രണ്ട് വ്യക്തികളില്ലേ? നമ്മൾ ഈ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സാധനം മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരാളും മറ്റൊരാളും ഉണ്ടല്ലേ? അപ്പൊ രണ്ട് പേരുണ്ട്. ഈ രണ്ട് പേരെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത് ബെയിലർ ആണ്. ബെയിൽമെന്റിനകത്ത് വരുന്ന ആദ്യത്തെ പേഴ്സൺ എന്ന് പറയുന്നത് ബെയിലർ ആണ്. ആരാണ് ബെയിലർ? ആരുടെ കയ്യിലാണോ ഈ ഒരു ഗുഡ്സ് ഇരുന്നത് അയാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പേന ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ആരാണ്? എനിക്കാണ് ഈ പേന ഉണ്ടായിരുന്നത്, ഞാനാണ് ഡെലിവർ ചെയ്ത് കൊടുത്തത് അല്ലേ? അപ്പൊ എന്നെ എന്തെന്ന് പറയാം? ബെയിലർ എന്ന് പറയാം. ഇനി ഈ പേന ആരാണോ വാങ്ങിക്കുന്നത്, അതായത് ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, ആ ഫ്രണ്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? ബെയിലി എന്ന് പറയാം. അപ്പൊ രണ്ട് വ്യക്തികൾ ആരൊക്കെയാണ്? ബെയിലറും ബെയിലിയാണ്. ബെയിലർ എന്ന് പറയുന്ന ആരാണ്? ദ പേഴ്സൺ ഹു ഡെലിവർ ദി ഗുഡ്സ്. ആരാണോ സാധനം ഡെലിവർ ചെയ്തത്, ഹു ഡെലിവർ ദ ഗുഡ്സ്, ആരാണോ സാധനം ഡെലിവർ ചെയ്തത് അദ്ദേഹത്തെ നമുക്ക് ബെയിലർ എന്ന് പറയാം. അതുപോലെ തന്നെ ബെയിലി എന്ന് പറയുന്ന ആരാണ്? ദ പേഴ്സൺ ടു ഹൂം ദ ഗുഡ്സ് ആർ ഡെലിവേർഡ്. ആരിലേക്കാണ് ഈ സാധനം ഡെലിവർ ആയി പോയത്? എന്റെ കയ്യിൽ നിന്ന് ഫ്രണ്ടിലേക്കാണ് ഞാൻ കൊടുത്തത് ആ പേനയില്ലേ? അപ്പൊ എന്താണ്? അദ്ദേഹത്തെ, അതായത് എന്റെ ഫ്രണ്ടിനെ നമുക്ക് ബെയിലി എന്ന് പറയാം. അപ്പൊ സിമ്പിൾ ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ആണ്. രണ്ട് വ്യക്തികൾ തമ്മിലാണ് നടക്കുന്നത്. ആദ്യത്തെ വ്യക്തിയുടെ കയ്യിൽ ഒരു സാധനം ഡെലിവർ ചെയ്യാനുണ്ടായിരിക്കും. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനം എന്ത് ചെയ്യാണ്? മറ്റൊരാൾക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് പാർട്ടീസ് ആണ് കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ബെയിലറും ബെയിലിയും. ആരാണോ സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവർ ചെയ്യുന്നത് അദ്ദേഹത്തെ നമുക്ക് ബെയിലർ എന്നും, ആരിലേക്കാണ് ഈ സാധനം ഡെലിവേർഡ് ആകുന്നത് അദ്ദേഹത്തെ നമുക്ക് എന്തെന്നും പറയാം? ബെയിലി എന്നും പറയാവുന്നതാണ്. ഇനി കുറച്ച് എക്സാമ്പിൾസ്, ബെയിൽമെന്റിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ ഡെലിവർ എ പീസ് ഓഫ് ക്ലോത്ത് ടു ബി എ ടൈലർ ടു ബി സ്റ്റിച്ച്ഡ് ഇൻടു എ സ്യൂട്ട്. എന്താണ്? എയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പീസ് ഓഫ് ക്ലോത്ത്, അതായത് എ ഒരു തുണി വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചു, അത് ആരിലേക്ക് കൊടുത്തു? ബിയിലേക്ക് കൊടുത്തു. ബി എന്ന് പറയുന്ന ആരാണ്? ഒരു ടൈലർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? ഒരു സ്യൂട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താ ഇവിടെ ഓണർഷിപ്പ് കൊടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല.
തുണി വാങ്ങിച്ചിട്ട് നമ്മുടെ ടൈലറുടെ കയ്യിൽ കൊടുക്കുകയാണ് എയിലെ. എന്തിനു വേണ്ടിയിട്ടാ? ആ സ്പെഷ്യൽ പർപ്പസ് ഇവിടെ എന്താണ്? ആ തുണിയെ സ്റ്റിച്ച് ചെയ്ത് ഒരു സ്യൂട്ടായിട്ട് നമുക്ക് തരണം. ആർക്ക്? എയ്ക്ക് തിരിച്ചു നൽകണം. അപ്പൊ എന്താണ് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരു ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്. എ ആണ് ഇവിടുത്തെ ബെയിലർ എന്ന് പറയുന്നത്. ബെയിലി ആരാണ്? ബി ആണ്. കാരണം എയുടെ കയ്യിലുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽ ആണ് ആരിലേക്ക് പോയത്? ബിയിലേക്ക് പോയത്. ബി അതിനെ വാങ്ങിച്ചിട്ട് അളവൊക്കെ എടുത്ത് തയ്ച്ചു കൊടുക്കും അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബെയിൽമെന്റ് കോൺട്രാക്റ്റിന് എക്സാമ്പിൾ ആണ്. എ ഇവിടുത്തെ ബെയിലറും അതുപോലെ തന്നെ ബി ഇവിടുത്തെ ബെയിലി ആണ് വരുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം. എ ലെൻഡ് എ ബുക്ക് ടു ബി റിട്ടേൺഡ് ആഫ്റ്റർ ദി എക്സാമിനേഷൻ. എന്താണ്? എ എന്ത് ചെയ്തു? എ ലെൻഡ് എ ബുക്ക് ടു ബി. എ ഒരു ബുക്ക് ബിക്ക് എന്ത് കൊടുത്തു? എക്സാമിനേഷന് ശേഷം തിരിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ബിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എയുടെ കയ്യിലുള്ള ഒരു ബുക്ക് അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ എന്താണ്? ആ ഫിസിക്കൽ പൊസിഷൻ മാത്രമാണ് എ ആർക്കിലേക്ക് കൊടുത്തത്? ബിയിലേക്ക് കൊടുത്തത്. എ ഒരു ബെയിലറും ബി ഒരു ബെയിലിയാണ് അല്ലേ? കാരണം എന്താണ്? എയുടെ ബുക്കാണ് ആരിലേക്ക് കൊടുത്തത്? ബിയിലേക്ക് കൊടുത്തത്. ആ ഒരു പർപ്പസ് എന്താണ്? എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കുക. എക്സാമിനേഷൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കപ്പെടും. നെക്സ്റ്റ് പറയുന്നു, എ ഗീവ്സ് ഹിസ് TV ടു ബി എ മെക്കാനിക് ഫോർ റിപ്പയർ. എന്താണ്? എയുടെ കയ്യിൽ ഒരു TV ഉണ്ടായിരുന്നു. ആ TV എന്തോ കംപ്ലൈന്റ് ആയി. ആ TV എന്ത് ചെയ്തു? ബിക്ക് കൊടുത്തു. ബിക്ക് എന്തിനാ കൊടുത്തത്? റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ബി ഒരു മെക്കാനിക് ആണ്. അപ്പൊ എ ആരാണ്? ബെയിലർ ആണ്. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന TV ആണ് ബി എന്ന് പറയുന്ന മെക്കാനിക്കിന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പൊ ബി ആരാണ്? ബെയിലി ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നു, എ ഡിപ്പോസിറ്റ് ഹിസ് ലഗേജ് ഇൻ എ ക്ലോക്ക് റൂം അറ്റ് റെയിൽവേ സ്റ്റേഷൻ. എന്താണ്? എയുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് എന്ത് ചെയ്തോ? റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്തു. ഇവിടെ എന്താണ്? എ ആണ് ബെയിലർ. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സാധനമാണ് എവിടെ കൊണ്ടുപോയി വെച്ചത്? റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചത്. അപ്പൊ അവിടെയുള്ള ആരാണോ ആ ക്ലോക്ക് റൂമിന്റെ കസ്റ്റഡി എടുക്കുന്നത് അയാളാണ് ബെയിലി എന്ന് പറയുന്നത്. ഇവിടുത്തെ പർപ്പസ് എന്താണ്? സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ്? ബെയിൽമെന്റ്, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് ഡെഫിനിഷനും അതുപോലെ തന്നെ എസെൻഷ്യൽ എലമെന്റ്സും നോക്കാം. ഡെഫിനിഷൻ ആദ്യം തന്നെ നമുക്കൊരു മീനിങ് ആയിട്ട് പറയാം. എന്താണ്? ദ ടേം ബെയിൽമെന്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് വേർഡ്. മറന്നു പോരുത്, ബെയിൽമെന്റ് എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാലിയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ടു ഡെലിവർ എന്നാണ്. ഓക്കെ, അപ്പൊ ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഡെലിവർ ചെയ്യുകയല്ലേ? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സാധനം മറ്റൊരാളിലേക്ക് ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ബെയിൽമെന്റ് എന്ന് പറയുന്ന വാക്ക് ഫ്രഞ്ച് വേർഡായിട്ടുള്ള ബാലിയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. ഈ വാക്കിന്റെ അർത്ഥം ടു ഡെലിവർ എന്നാണ്. ഇൻ ലീഗൽ ടേംസ് ഇറ്റ് occur when one person delivers goods to another under a contract with the understanding that the goods will be returned or disposed of according to the bailor's direction once the purpose is accomplished. ഇനി നമുക്ക് ലീഗൽ ടേമിൽ എന്താണ് ബെയിൽമെന്റ് എന്ന് നോക്കാം. ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, ആ വ്യക്തി എന്ന് പറയുന്നത് ആരാണ്? ബെയിലർ. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു സാധനം മറ്റൊരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിന്മേൽ കൊടുത്തു. മറ്റൊരു വ്യക്തി ആരാണ്? ഇവിടുത്തെ ബെയിലിയാണ്. അപ്പൊ ബെയിലർ ഒരു കോൺട്രാക്റ്റിന്മേൽ ബെയിലിക്ക് ഒരു സാധനം കൊടുത്തു. വിത്ത് ദി അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഗുഡ്സ് വിൽ ബി റിട്ടേൺഡ് ഓർ ഡിസ്പോസ്ഡ്. എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഈ സാധനം നിങ്ങളുടെ പർപ്പസ്, അല്ലെങ്കിൽ ഈ സാധനം നമ്മൾ ഏത് പർപ്പസിനാണോ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആ പർപ്പസ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ തിരിച്ചു തരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ബെയിലറുടെ നിർദ്ദേശപ്രകാരം അത് ഡിസ്പോസ് ചെയ്യണം എന്നുള്ളൊരു കോൺട്രാക്റ്റില് ഒരു സാധനം ബെയിലർ ബെയിലിക്ക് നൽകുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ ലീഗൽ ടേമിൽ എന്തെന്ന് പറഞ്ഞത്? ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ബെയിൽമെന്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കായിട്ടുള്ള ബാലിയർ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. ആ വാക്കിന്റെ അർത്ഥം ടു ഡെലിവർ എന്നാണ്. ലീഗൽ ടേംസിൽ ബെയിൽമെന്റ് എന്ന് പറയുന്നത് എന്താണ്? ബെയിലർ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു സാധനം ബെയിലിക്ക് നൽകുന്നു അണ്ടർ എ കോൺട്രാക്ട് അല്ലേ? എന്താണ്? ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈ സാധനം തിരിച്ചു തരണം, അല്ലെങ്കിൽ ബെയിലർ പറയുന്നത് പോലെ അത് എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം എന്നൊരു എഗ്രിമെന്റിലാണ് എന്ത് നടക്കുന്നത്? ബെയിൽമെന്റ് നടക്കുന്നത്. ഇനി നമുക്ക് എന്താണ് സെക്ഷനിൽ പറയുന്നത്? സെക്ഷൻ 148 ആണ് എന്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്? നമ്മുടെ ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആക്ടിന്റെ സെക്ഷൻ 148 എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. എ ബെയിൽമെന്റ് ഈസ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ്.
നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ് ബൈ വൺ പേഴ്സൺ ടു അനദർ, ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക്. അപ്പൊ എന്താണ്, ബെയിലറിൽ നിന്ന് ബെയിലിയിലേക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്യുകയാണ് ഫോർ സം പർപ്പസ്. അവിടെ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പൊ മെക്കാനിക്കിനാണ് സാധനം കൊടുക്കുന്നത് എങ്കിൽ അവിടെ റിപ്പയറിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, സേഫ് കസ്റ്റഡിയിലേക്കാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകും. അപ്പോൾ എന്താ, അതാണ് നമ്മൾ പറഞ്ഞത് സം പർപ്പസ്. അപ്പൊ ആ ഒരു സെന്റൻസിൽ തന്നെ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ബെയിലർ ബെയിലി ഉണ്ട്, ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട്, സം പർപ്പസ് ഉണ്ട്. അപ്പൊ എന്താണ് ബെയിൽമെന്റ്? എ ബെയിൽമെന്റ് ഈസ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ ഫോർ സം പർപ്പസ്. ഇനി എന്താണ്, ഇതൊരു കോൺട്രാക്റ്റിന്മേലാണ്. അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൽ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺ ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് ഓഫ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ഡെലിവറിംഗ് ദം. എന്താ പറഞ്ഞത്, ഇവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. എന്താണ്, ദാറ്റ് ദേ ഷാൽ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ്. എന്താണ്, നമ്മുടെ പർപ്പസ് തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പർപ്പസ് നമ്മൾ നേടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഗുഡ്സ് ഒന്നുകിൽ റിട്ടേൺ ചെയ്യണം. ആരിലേക്കാണ്, ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്, അയാളിലേക്ക്. അതാരാണ്, ബെയിലറിലേക്ക് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ബെയിലർ. ബെയിലർ പറയുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ഡെലിവറിംഗ് ദം എന്നാണ് പറഞ്ഞത്. അതാരാണ് ഡെലിവറി ചെയ്തത്, ബെയിലർ ആണ് അല്ലേ. അപ്പോൾ ബെയിലറിലേക്ക് തിരിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ബെയിലർ പറയുകയാണ് നിങ്ങൾ ഇത് തിരിച്ചു തരണ്ട, ഇതെന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ സെക്ഷൻ 148 പ്രകാരം ബെയിൽമെന്റ് എന്ന് പറയുന്നത് ബെയിലർ ബെയിലിയിലേക്ക് എന്ത് ചെയ്യാണ്, ഗുഡ്സ് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ് ഫോർ സം പർപ്പസ്. അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്. എപ്പോഴാണോ പർപ്പസ് അക്കംപ്ലിഷ് ആകുന്നത് അപ്പോൾ ഒന്നുകിൽ ഈ സാധനം എനിക്ക് തിരിച്ചു തരണം. ആർക്കാണ്, ബെയിലർക്ക് തിരിച്ചു നൽകണം. അല്ലെങ്കിൽ ബെയിലർ പറയുന്നത് പോലെ ബെയിലർ എന്താണോ ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ തിരിച്ചു തരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഗുഡ്സ് ഡിസ്പോസ് ചെയ്യുക. അത് ബെയിലർ എന്താണോ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് ചെയ്യേണ്ടത്. ഇതാണ് സെക്ഷൻ 148 പ്രകാരം ബെയിൽമെന്റിന്റെ ഡെഫിനിഷൻ. ഓക്കെ അല്ലേ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. ബെയിൽമെന്റ് ഈസ് ദി ഡെലിവറി ഓഫ് ഗുഡ്സ് ബൈ വൺ പേഴ്സൺ ടു അനദർ ഫോർ സം പർപ്പസ് അപ്പോൺ എ കോൺട്രാക്ട് ദാറ്റ് ദേ ഷാൽ വെൻ ദ പർപ്പസ് ഈസ് അക്കംപ്ലിഷ്ഡ് ബി റിട്ടേൺഡ് ഓർ അതർവൈസ് ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി പേഴ്സൺ ഡെലിവറിംഗ് ദം. ഓക്കെ, ഇനി പറയുന്നു ടു കോൺസ്റ്റിറ്റ്യൂട്ട് എ വാലിഡ് ബെയിൽമെന്റ് ദ ഫോളോയിങ് എലമെന്റ് മസ്റ്റ് ബി പ്രസന്റ്. എന്താണ്, ഒരു ബെയിൽമെന്റ് വാലിഡ് ആകണമെങ്കിൽ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡെലിവറി ഓഫ് പൊസഷൻ. എന്താണ്, നമ്മൾ പറഞ്ഞു ബെയിൽമെന്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് അല്ല അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, പൊസഷൻ ആണ്. അതായത് എന്റെ കയ്യിലിരിക്കുന്ന സാധനം ഞാൻ മറ്റൊരാളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധനമാണ് അല്ലെങ്കിൽ ഡെലിവറി ആണ് നടക്കുന്നത്, അല്ലാതെ ടൈറ്റിൽ ഡീഡ് അല്ല കൊടുക്കുന്നത്. ഡെലിവറി ഓഫ് പൊസഷൻ ആണ്. ഓൺലി ദ ഡെലിവറി ഓഫ് പൊസഷൻ ട്രാൻസ്ഫേർഡ്, നോട്ട് ദ ഓണർഷിപ്പ്. ഇവിടെ എന്താണ്, ബെയിൽമെന്റിൽ ഓണർഷിപ്പ് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, പൊസഷൻ ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡെലിവറി ക്യാൻ ബി ആക്ച്വലി ഫിസിക്കൽ ഹാൻഡിങ് ഓവർ ദി ഐറ്റം ഓർ കൺസ്ട്രക്റ്റീവ്. എന്താണ്, ഒന്നുകിൽ നമുക്ക് ആക്ച്വൽ ഡെലിവറി ആകാം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡെലിവറി ആകാം. ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, നമ്മുടെ സാധനം, നമ്മുടെ കയ്യിലുള്ള സാധനം ഡയറക്റ്റ് അയാളിലേക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ എന്റെ പേന ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പൊസിഷൻ ഞാൻ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആവാം. കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ ഹാൻഡിങ് ഓവർ ദി മീൻസ് ഓഫ് ആക്സസ് ലൈക്ക് എ കീ ടു എ ലോക്കർ. എന്താണ്, നമ്മളൊരു മീൻസ് ഓഫ് ആക്സസ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ലോക്കർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന്റെ കീ ആണ് കൊടുക്കുന്നത്. അപ്പൊ കീ ആണോ യഥാർത്ഥത്തിൽ അവിടുത്തെ ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്, ആ ലോക്കറിൽ ഇരിക്കുന്ന സാധനമാണ്. പക്ഷെ അതിനെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് പൂട്ടി സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിന്റെ കീ കൊടുക്കുന്നു അല്ലേ. അപ്പൊ അത് എന്ത് തന്നെയാണ്, ഒരു ഡെലിവറി തന്നെയാണ്. ആ ഡെലിവറിയെ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഡെലിവറി എന്ന് പറയാം. അപ്പൊ ഓർത്തിരിക്കുക, ബെയിൽമെന്റിൽ നമ്മൾ ഓണർഷിപ്പ് അല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, പൊസിഷൻ ഓഫ് ദി ഗുഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി രണ്ടാമതായിട്ട് പറയുന്നു, അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു കോൺട്രാക്ട് ഉണ്ടായിരിക്കണം ഇല്ലേ. ഡെലിവറി എപ്പോഴും നടക്കുന്നത് ഒരു കോൺട്രാക്ടിന്റെ ബേസിലായിരിക്കണം. ഒന്നുകിൽ അതൊരു എക്സ്പ്രസ് കോൺട്രാക്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആയിരിക്കണം അല്ലേ. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ എന്താണ് എക്സ്പ്രസ് കോൺട്രാക്ട്, എന്താണ് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്നല്ലേ. അപ്പൊ എന്തായാലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കോൺട്രാക്റ്റിലൂടെയാണ് എന്ത് നടക്കുന്നത്, ബെയിൽമെന്റ് നടക്കുന്നത്. നെക്സ്റ്റ് പറയുന്നു പർപ്പസ്. നമ്മൾ ആ ഡെഫിനിഷനിലും പറഞ്ഞു സം പർപ്പസ് ഇല്ലേ,
എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു സാധനം ബെയിലിക്ക് ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ദർ മസ്റ്റ് ബി സ്പെസിഫിക് റീസൺ ഫോർ ദി ട്രാൻസ്ഫർ. എന്താണ്, അവിടെ ഒരു റീസൺ ഉണ്ടായിരിക്കണം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞതിനകത്ത് TV നമ്മൾ മെക്കാനിക്കിന് കൊടുത്ത എന്തിനു വേണ്ടിയിട്ടാണ്, റിപ്പയറിന് വേണ്ടിയിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ക്ലോക്ക് റൂമിൽ നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്, സേഫ് കസ്റ്റഡിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ക്യാരേജിന് വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഒരു പർപ്പസ് അവിടെ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അതൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ആകത്തുള്ളൂ. നെക്സ്റ്റ് പറയുന്നു റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഡെഫിനിഷനിൽ പറഞ്ഞതാണല്ലേ, ഈ ഒരു പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഗ്രി ചെയ്തിരിക്കണം, ആ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം, അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തിരിക്കണം. അത് ബെയിലർ ആണ് തീരുമാനിക്കുന്നത്. എഗ്രിമെന്റിൽ അത് മുൻകൂട്ടി പറയുകയും വേണം. നോക്കാം നമുക്ക്. റിട്ടേൺ ഓഫ് ഗുഡ്സ്. ഇറ്റ് ഈസ് എഗ്രീഡ് ബിറ്റ്വീൻ ദ ബെയിലർ ആൻഡ് ബെയിലി ദാറ്റ് as soon as purpose is achieved the goods shall be returned or disposed of according to the direction of the bailor. എന്താണ്, നമ്മുടെ പർപ്പസ് എപ്പോഴാണോ അക്കംപ്ലിഷ് ചെയ്യുന്നത്, എന്തോ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ബെയിലിക്ക് സാധനങ്ങൾ ഡെലിവറി ചെയ്തത്. ഇനി ഈ പർപ്പസ് എപ്പോഴാണോ അക്കംപ്ലിഷ് ചെയ്യുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം, ബെയിലി ഈ സാധനം തിരിച്ചാർക്ക് കൊടുക്കണം, ബെയിലർക്ക് കൊടുക്കണം. പക്ഷെ ബെയിലർ നമ്മുടെ എഗ്രിമെന്റിൽ പറയുകയാണ് സാധനം തിരിച്ചു തരണ്ട, ഡിസ്പോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ബെയിലി ആ ഒരു സാധനം ഡിസ്പോസ് ചെയ്താൽ മതി. അതാണ് പറയുന്നത്, ഇഫ് ദ ഗുഡ്സ് ആർ നോട്ട് ടു ബി ഫിസിക്കലി റിട്ടേൺഡ് ഓർ ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി ബെയിലർ ദർ ഈസ് നോ ബെയിൽമെന്റ്. എന്താണ്, ബെയിലർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഗുഡ്സ് റിട്ടേൺ ചെയ്യുകയോ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുകയോ ചെയ്യണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അവിടെ എന്തുണ്ടാകില്ല, കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എസെൻഷ്യൽ എലമെന്റ് ആയിട്ട് ബെയിലർ എന്താണോ ആവശ്യപ്പെടുന്നത് അത് എഗ്രിമെന്റിൽ പ്രകാരം ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ബെയിൽമെന്റ് അല്ലെങ്കിൽ ബെയിൽമെന്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ബെയിൽമെന്റ് ആർ ജനറലി കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ ദി ബെനിഫിറ്റ് ഡിറൈവ്ഡ് ബൈ ദി പാർട്ടീസ്. നമുക്ക് ആദ്യം തന്നെ നോക്കാം ബെനിഫിറ്റിന്റെ ബേസിൽ, അതായത് പാർട്ടീസിന് ആർക്കാണോ ബെനിഫിറ്റ് കിട്ടുന്നത് അതിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ബെയിൽമെന്റിനെ ക്ലാസിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്പ് ആക്കാം. ഫസ്റ്റ് വൺ ആണ് ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ. ബെയിലറുടെ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ബെയിൽമെന്റ്. അതായത് സാധനം ഒരാളിലേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഈ കൊടുത്ത വ്യക്തിക്ക് ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് എങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റിനെയാണ് ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് ദി ബെയിൽമെന്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദി ബെയിലർ ടു ദി ബെയിലി ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ ഹിംസെൽഫ്. എന്താണ്, ബെയിലറുടെ ഒരു എക്സ്ക്ലൂസീവ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ബെയിലർ എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗുഡ്സ് ബെയിലിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ബെയിൽമെന്റ് ആണ് ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവിംഗ് യുവർ ലഗേജ് വിത്ത് എ ഫ്രണ്ട് ഫോർ ഫ്രീ വൈൽ യു ട്രാവൽ. എന്താണ്, ഞാനൊരു ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. വീട്ടിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് പേടിയാണ്, കാരണം എൻ്റെ വീട്ടിൽ വേറെ ആരും ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു, എൻ്റെ വീടിനടുത്തുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്, ഫ്രീ ആയിട്ട് അവിടെ സൂക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ അവന് കൊടുത്തു അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തു അല്ലേ. പക്ഷേ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല, അത് സേഫായിട്ട് സൂക്ഷിക്കാനാണ്. അത് ആർക്കാണ് ബെനിഫിറ്റ്, എനിക്കാണ് ബെനിഫിറ്റ് ഇല്ലേ. ഫ്രീ ആയിട്ട് ഒരാൾ സേഫായിട്ട് സൂക്ഷിച്ചു തരുമ്പോൾ ആർക്കാ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ബെയിലർക്കാണ്. അപ്പൊ അത്തരത്തില് ബെയിലറുടെ എക്സ്ക്ലൂസീവ് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നടത്തുന്ന ബെയിൽമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലർ എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത് എന്താണ്, ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലി. ഇനി ബെയിലിയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡെലിവറി ഓഫ് ഗുഡ്സ് നടക്കുന്നത് എങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം, ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ദി ബെയിലി എന്ന് പറയാം. It is the bailment by which the goods are delivered by the bailor to the bailey only for the exclusive benefit of bailey. എന്താ പറഞ്ഞത്, ഇതെന്ന് പറഞ്ഞാൽ ഒരു ബെയിൽമെന്റ് ആണ്. ഇവിടെയും എന്ത് തന്നെയാണ് നടക്കുന്നത്, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഗുഡ്സിനെ എന്ത് ചെയ്യാണ്, ഡെലിവറി ചെയ്യുകയാണ്. പക്ഷെ ഇവിടെ ആ ബെനിഫിറ്റ് കിട്ടുന്നത് ആർക്കാണ്, ഡെലിവറി ചെയ്ത വ്യക്തിക്കാണോ, അല്ല. ആരാണോ ഈ ഗുഡ്സിനെ സ്വീകരിച്ചത് അദ്ദേഹത്തിനാണ് ഫുള്ളായിട്ടും അല്ലെങ്കിൽ എക്സ്ക്ലൂസീവായിട്ടും അദ്ദേഹത്തിന് മാത്രമാണ് എന്ത് കിട്ടുന്നത്, ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് എങ്കിൽ അത്തരത്തിലുള്ള ബെയിൽമെന്റിനെ നമുക്ക് പറയുന്ന പേരാണ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. എ ലെൻഡ് ഹിസ് സ്കൂട്ടർ ടു ബി ഫോർ ടെമ്പററി യൂസ് വിത്തൗട്ട് എനി ചാർജ്. എന്താണ്, എൻ്റെ കയ്യിൽ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഇവിടെ എയും ബിയും ആണ് പറയുന്നത്. എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാണ്, എൻ്റെ കയ്യിലുള്ള സ്കൂട്ടർ
എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ബിക്ക് കൊടുക്കുകയാണ്, അവൻ അത് ഉപയോഗിച്ചോട്ടെ, അതിന് ഫ്രീ ആയി എന്താ പൈസ ഒന്നും മേടിക്കുന്നില്ല. നമ്മൾ ഫ്രണ്ട്സിൻ്റെ ബൈക്കൊക്കെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകില്ലേ, അപ്പോൾ അതിൻ്റെ ഓണർ ആരാണ്? എ ആണ്. ആർക്കാണ് കിട്ടുന്നത്? ബെയിലിക്ക്, ബി ആയിട്ടുള്ള ബെയിലിക്കാണ് കിട്ടുന്നത്. അത് ഉപയോഗിക്കുന്നതും അതിന്റെ ബെനിഫിറ്റും ആർക്കാണ്? ബിക്കാണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ എയ്ക്കല്ല ബിക്കാണ് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്നത്. അത്തരത്തിലുള്ള ബെയിൽമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ബെയിൽമെന്റ് ഫോർ ദി എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഓഫ് ബെയിലി എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മൂന്നാമതായിട്ട് പറയാനുള്ളത് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആണ്. അതായത് ബെയിലർക്കും ബെയിലിക്കും ഒരുപോലെ ബെനിഫിറ്റ് ഉള്ള എന്തുണ്ട്? ബെയിൽമെന്റ് ഉണ്ട്. അതിനെയാണ് മ്യൂച്വൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ബെയിൽമെന്റ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. It is the bailment in which the goods are delivered by the bailor to the bailey for the mutual benefit of both bailor and bailey. എന്താണ്? രണ്ടു പേർക്കും ഒരേപോലെ അല്ലെങ്കിൽ മ്യൂച്വൽ ബെനിഫിറ്റ് കിട്ടുന്ന ബെയിൽമെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ബെയിൽമെന്റ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാണ്, ലിവിംഗ് എ കാർ അറ്റ് എ മെക്കാനിക് ഫോർ റിപ്പയേഴ്സ്. എന്താണ്? ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാറ് കേടായ സമയത്ത് മെക്കാനിക്കിന് കൊടുത്തു അത് റിപ്പയർ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കൊരു വണ്ടിയുണ്ട്, ഒരു കാറുണ്ട്, അത് കേടായി. അപ്പൊ എന്താണ്? എനിക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ മുടങ്ങാണ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തോ? ഒരു മെക്കാനിക്കിനെ കണ്ടുപിടിച്ച് എന്റെ കാർ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം അത് ശരിയാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ എന്താണ്? എനിക്ക് എന്റെ ബെനിഫിറ്റ് എന്താണ്? കാർ ശരിയായി കിട്ടിയാൽ എന്റെ ട്രാൻസ്പോർട്ടേഷൻ സുഗമമാവും അല്ലേ. ആ മെക്കാനിക്കിന് എന്താണ്? കാർ ശരിയാക്കി കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? അതിന് വർക്ക് ചെയ്ത പൈസ കിട്ടും അല്ലേ. മെക്കാനിക്കിന് നമ്മൾ ഫീ കൊടുക്കണ്ടേ, അപ്പൊ ആ ഫീ കിട്ടും. അവിടെ എന്താണ്? രണ്ടു പേർക്കും എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ടു പേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള ബെയിൽമെന്റിനെയാണ് നമ്മൾ പറയുന്നത് ബെയിൽമെന്റ് ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. അപ്പൊ ഇതാണ് ബെനിഫിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ബെനിഫിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. എക്സ്ക്ലൂസീവ് ബെനിഫിറ്റ് ഫോർ ബെയിലി ഉണ്ട്, ബെയിലർ ഉണ്ട്, മ്യൂച്വൽ ബെനിഫിറ്റ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് ഓൺ റിവാർഡ് ഓർ ചാർജസ്. എന്താണ്? റിവാർഡ് അല്ലെങ്കിൽ ചാർജസുമായിട്ട് ബേസ് ചെയ്യുന്ന ബെയിൽമെന്റ് ആണ്. ഇവിടെ പേയ്മെന്റ് ആണ് പറയുന്നത്. ചില കേസിൽ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് ബെയിൽമെന്റ് നടത്തും, ചിലത് പേയ്മെന്റ് ഇല്ലാതെയും വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഗ്രേഷ്യസ് ബെയിൽമെന്റ് ആണ്. ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ബെയിൽമെന്റ് വിത്തൗട്ട് എനി ചാർജ് ഓർ നോ കൺസിഡറേഷൻ പാസസ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. എന്താണ്? ബെയിലർ ബെയിലിക്ക് ഒരു സാധനം ഡെലിവറി ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ എന്താണ്? പേയ്മെന്റ് ഒന്നും ഇല്ലാതെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പേയ്മെന്റിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പഠിച്ചത് അല്ലേ. എസെൻഷ്യൽ എലിമെന്റ്സ് ഓഫ് വാലിഡ് കോൺട്രാക്ടിനകത്ത് നമ്മൾ കൺസിഡറേഷൻ പറഞ്ഞു. അപ്പൊ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് ഇൻ റിട്ടേൺ ആണ്. അതായത് ബെയിലർ ബെയിലിക്ക് ആ ഒരു സാധനം കൊടുക്കുമ്പോൾ റിട്ടേൺ ആയിട്ട് ബെയിലർക്കോ ബെയിലിക്കോ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ബെയിൽമെന്റിനെയാണ് നമ്മൾ ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ വിത്തൗട്ട് എനി ചാർജ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നോ കൺസിഡറേഷൻ ആണ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ലെൻഡ് ഹിസ് സ്കൂട്ടർ ടു ഹിസ് ഫ്രണ്ട് ബി ഫോർ 2 days വിത്തൗട്ട് എനി കൺസിഡറേഷൻ. എ എന്ത് ചെയ്തോ? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്കൂട്ടർ അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് 2 ദിവസം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പൊ ഈ ഫ്രണ്ട് നമ്മുടെ എയ്ക്ക് എന്തെങ്കിലും പൈസ കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ തിരിച്ചു അങ്ങനെയൊന്നും നടക്കുന്നില്ല. അപ്പൊ എന്താണ്? അവിടെ ഒരു പേയ്മെന്റ് വരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയാം. ഇതൊക്കെ എന്താണ്? ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാധനങ്ങളോ അതും ഇതൊക്കെ കൊടുക്കാറില്ലേ, അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ട് നോൺ ഗ്രേഷ്യസ് ബെയിൽമെന്റ് ഓർ ബെയിൽമെന്റ് ഫോർ റിവാർഡ്. എന്താണ്? ഒരു കൺസിഡറേഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന ബെയിൽമെന്റ് ആണ് ഇത് നോൺ ഗ്രേഷ്യസ് ബെയിൽമെന്റ് അല്ലെങ്കിൽ ബെയിൽമെന്റ് ഓൺ റിവാർഡ് എന്ന് പറയുന്നത്. ദ ബെയിൽമെന്റ് ഇൻവോൾവ്സ് പേയ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് വിത്തൗട്ട് പേയ്മെന്റ് ആണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഇൻവോൾവ്സ് പേയ്മെന്റ് ഓർ എ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. എന്താണ്? ഒന്നെങ്കിൽ ഇതൊരു കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ആകാം, അല്ലെങ്കിൽ എന്താണ്? ഇവിടെ ഒരു പേയ്മെന്റ് ഉൾപ്പെടെയാണ് എന്ത് നടത്തുന്നത്? കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് നടക്കുന്നത്. വെൻ ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ ദി ബെയിലർ ടു ദി ബെയിലി ഫോർ സം ചാർജസ്. എന്താണ്? എന്തെങ്കിലും ഒരു ചാർജ് ഈടാക്കിക്കൊണ്ട് ബെയിൽമെന്റ് അല്ലെങ്കിൽ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിനെയാണ് നോൺ ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ എ ഹയർ എ ടാക്സി ഫ്രം ബി ഫോർ ₹1000 പെർ ഡേ. നമ്മൾ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് പൈസ കൊടുക്കണ്ടെങ്കിലും നമ്മളൊരു ടാക്സിയുടെ അല്ലെങ്കിൽ ഒരു ടാക്സി കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു ഹയർ ചെയ്യാണ് ഒരു കാറ്. ഒരു ദിവസത്തേക്ക് ₹100 അല്ലെങ്കിൽ ₹1000 പെർ ഡേയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? കാറ് ലെൻഡിന് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു പേയ്മെന്റ് വന്നു അല്ലേ. 1000 പെർ ഡേ എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് വന്നു. അത്തരത്തിൽ പേയ്മെന്റ് ഉള്ള ബെയിൽമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാം? നോൺ ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയാവുന്നതാണ്. അപ്പൊ ഇത്രയാണ് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ബെയിൽമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്.
വരുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ബെയിലർ ആൻഡ് ബെയിലി ആണ്. ആദ്യം തന്നെ നമുക്ക് ബെയിലറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ബെയിലർ ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആരാണോ സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് അദ്ദേഹത്തെയാണ് നമ്മൾ ആരെന്ന് പറഞ്ഞത്, ബെയിലർ എന്ന് പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഡ്യൂട്ടി ടു ഡിസ്ക്ലോസ് നോൺ ഫോൾട്സ്. എന്താണ്? നമ്മൾ ഡെലിവറി ചെയ്യുന്ന അല്ലെങ്കിൽ ബെയിലർ ഡെലിവറി ചെയ്യുന്ന സാധനത്തെ പറ്റിയിട്ട് ഉള്ള അറിവ്, അതായത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, ബെയിലർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബെയിലിയോട് പറയുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ബെയിലറുടെ ഡ്യൂട്ടിയാണ്. കാരണം എന്താ, പിന്നെ ഈ സാധനം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ബെയിലിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡിഫോൾട്ട് ഉള്ള സാധനം വെച്ചിട്ട് അദ്ദേഹം എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡാമേജ് വരികയാണെങ്കിൽ അതാര് നോക്കണം? ബെയിലർ നോക്കണം. കാരണം എന്താ, ഇത് ഇദ്ദേഹം പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹം അത്രയും കോൺഷ്യസ് ആകത്തില്ല അല്ലേ? അതുകൊണ്ട് തന്നെ എല്ലാ അറിയാവുന്ന ഡിഫെക്ട്സുകളും ഫോൾട്ടുകളും ഒക്കെ ആരോട് പറയണം? നമ്മുടെ ബെയിലിയോട്. ആര് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം? ബെയിലർ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ ബെയിലർ ഈസ് ടു ഡിസ്ക്ലോസ് ദ നോൺ ഫോൾട്ട് അബൌട്ട് ദ ഗുഡ്സ് ബെയിൽഡ് ടു ദ ബെയിലി. എന്താണ്? നോൺ ഫോൾട്ടുകൾ ബെയിലർ ബെയിലിയോട് പറയണം. എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ഡെലിവറി ചെയ്യുന്ന ഗുഡ്സിനെ പറ്റിയിട്ടുള്ള എഫക്റ്റുകൾ അല്ലെങ്കിൽ അതിന്റെ നോൺ ഫോൾട്ടുകൾ ആര് പറയുക? ബെയിലർ ബെയിലിയുടെ അടുക്കെ പറയുക. ഇഫ് ദ ബെയിലർ ഡസ് നോട്ട് മേക്ക് സച്ച് ഡിസ്ക്ലോഷർ, ഇനി നമ്മുടെ ബെയിലർ ഇത് ചെയ്തില്ല എങ്കിൽ, അതായത് അറിയാവുന്ന ഒരു കാര്യമായിട്ട് പോലും ബെയിലിയോട് ഈ ഒരു മാറ്റർ പറഞ്ഞില്ല എങ്കിൽ, ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ എനി ഡാമേജ് കോസ്ഡ് ടു ദ ബെയിലി ഡയറക്ട്ലി ഫ്രം സച്ച് ഫോൾട്ട്. എന്താണ്? ഇനി ഈ ഫോൾട്ട്, അറിയാവുന്ന ഫോൾട്ട് ബെയിലർ ബെയിലിയോട് പറഞ്ഞില്ല എങ്കിൽ ആ ഫോൾട്ട് കാരണം ബെയിലിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകുകയാണ് എങ്കിൽ അതിൽ ആരാണ് റെസ്പോൺസിബിൾ? ഹി ഈസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ബെയിലർ ആണ് റെസ്പോൺസിബിൾ ആകുന്നത്. അപ്പൊ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? സാധനം കൊടുക്കുമ്പോൾ തന്നെ പറയണം. എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡാമേജ് വരുത്താൻ ചാൻസ് ഉള്ളതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് രണ്ടാമത്തെ ഡ്യൂട്ടി പറയുന്നു, ഡ്യൂട്ടി ടു ഹിയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. എന്താണ്? ആ ഒരു ഡെലിവറി ചെയ്ത ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ബിയർ ചെയ്യുക എന്നുള്ളത് എന്താണ്? നമ്മുടെ ബെയിലറുടെ ഡ്യൂട്ടിയാണ്. ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ബെയിലർ ടു ബിയർ ദ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി ബെയിലി ഫോർ ദ പർപ്പസ് ഓഫ് ബെയിൽമെന്റ്. എന്താണ്? ബെയിൽമെന്റിന്റെ സമയത്ത് ബെയിലർ എന്ത് ചെയ്തോ? അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഗുഡ്സ് ബെയിലിക്ക് ഡെലിവറി ചെയ്തോ. ഇനി ബെയിലിയുടെ കയ്യിലാണ് ഈ ഗുഡ്സ് ഇരിക്കുന്നത്. ആ ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്ട്രാ ഓർഡിനറി, നോർമൽ കാര്യമല്ല പറഞ്ഞത്, എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ അത് ആര് ബിയർ ചെയ്യണം? നമ്മുടെ ബെയിലർ ബിയർ ചെയ്യണം എന്നൊരു ഡ്യൂട്ടി ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. ഹൗഎവർ ദ ഓർഡിനറി ആൻഡ് റീസണബിൾ എക്സ്പെൻസസ് ആർ ടു ബി ബോൺ ബൈ ദി ബെയിലി. എന്ന് വെച്ചിട്ട് എല്ലാ എക്സ്പെൻസും ചെയ്യണമെന്നല്ല, നോർമൽ രീതിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓർഡിനറി അല്ലെങ്കിൽ എന്താണ് റീസണബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഒക്കെ ബെയിലി തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് ഉണ്ടാവുകയാണെങ്കിൽ ആര് മീറ്റ് ചെയ്യണം? ബെയിലർ അത് മീറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ഡ്യൂട്ടി പറയുന്നു, ഡ്യൂട്ടി ഓഫ് ഇൻഡംനിഫൈങ് ദ ബെയിലി. എന്താണ്? ബെയിലിയെ ഇൻഡംനിഫൈ ചെയ്യാനുള്ള ഡ്യൂട്ടി ആർക്കാണുള്ളത്? ബെയിലർക്കാണുള്ളത്. ഇൻ സർട്ടൻ കേസസ് ദ ബെയിലർ മേ നോട്ട് ഹാവ് എനി ടൈറ്റിൽ ടു ദ ഗുഡ്സ് ബെയിൽഡ്. എന്താണ്? ചില കേസിൽ നമ്മുടെ ബെയിലർ എന്ന് പറയുന്നത് ഓണർ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലേ? ചില കേസിൽ എന്തായിരിക്കത്തില്ല, അദ്ദേഹത്തിന് ആ ടൈറ്റിൽ ഉണ്ടാകില്ല. ഇപ്പൊ എന്റെ കയ്യിൽ വേറൊരാള് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ എന്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനമായിരിക്കും, എനിക്കും പൊസിഷൻ മാത്രമേ ഉള്ളൂ, ഞാൻ അതെടുത്താണ് ബെയിൽമെന്റിന്റെ പേരിൽ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അല്ലേ? അപ്പൊ എന്റെ കയ്യിൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു സാധനം എടുത്ത് ഞാൻ കൊടുക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബെയിലിക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ ആ ലോസ് നികത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ബെയിലർക്കാണ്. കാരണം ബെയിലി വിചാരിക്കുന്നത് ഇത് ഇദ്ദേഹത്തിന്റെ ഗുഡ്സ് ആണ്, ഇതിന്റെ ഓണർ ഇയാളാണ് എന്നാണ്. പക്ഷെ ഒറിജിനലി ഞാനല്ല ഓണർ എങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല അല്ലെ? അങ്ങനത്തെ കേസിൽ എന്താണ്? അങ്ങനെ വരുന്ന, അതായത് ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ അത് ബിയർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻഡംനിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ബെയിലർക്കാണ് വരുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഡ്യൂട്ടി ഓഫ് ഇൻഡംനിഫൈങ് ദ ബെയിലി. ഇൻ സർട്ടൻ കേസസ് ദ ബെയിലർ മേ നോട്ട് ഹാവ് എനി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ബെയിൽഡ്. എന്താണ്? ബെയിൽ ചെയ്ത ഗുഡ്സിന്റെ ടൈറ്റിലിനകത്ത് അല്ലെങ്കിൽ ടൈറ്റിൽ ആരുടെ കയ്യിൽ ഇല്ലാത്ത കേസിൽ, ബെയിലറിന്റെ കയ്യിൽ ഇല്ലാത്ത കേസിൽ, ഇറ്റ് ഈസ് ദി ഡ്യൂട്ടി ഓഫ് ദി ബെയിലർ ടു കോമ്പൻസേറ്റ് ദ ബെയിലി ഫോർ എനി ലോസസ് സഫേർഡ് ബൈ ഹിം ഡ്യൂ ടു ദി ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദി ബെയിലർ. എന്താണ്? ഈ ടൈറ്റിൽ ഇല്ലാത്തത് കാരണം എന്തെങ്കിലും ഒരു ലോസ് നമ്മുടെ ബെയിലിക്ക് വരികയാണ് എങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്? ബെയിലർക്കാണ് വരുന്നത്.
ദെൻ നാലാമതായിട്ട് പറയുന്നു ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ്. നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞു അല്ലേ, എന്താ, നമ്മൾ ഒരു സാധനം ഒരാളിലേക്ക് ഡെലിവറി ചെയ്ത് ബെയിൽമെന്റിന്റെ കേസായിട്ട് ബന്ധപ്പെട്ട് ഡെലിവറി ചെയ്ത് കൊടുത്താൽ അത് തിരിച്ചു മേടിക്കാനുള്ള അല്ലെങ്കിൽ തിരിച്ചു തരുമ്പോൾ അത് വാങ്ങിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമ്മുടെ ബെയിലർക്കുണ്ട്. നമ്മൾ എന്താണോ എഗ്രിമെന്റ് പറഞ്ഞത്, ചിലപ്പം തിരിച്ചു തരണം എന്നായിരിക്കും, ചിലപ്പോൾ അത് ഡിസ്പോസ് ചെയ്യണം എന്നായിരിക്കും. ഡിസ്പോസ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അത് ഡിസ്പോസ് ചെയ്തോളും. പക്ഷെ തിരിച്ചു തരണം എന്ന് എഗ്രിമെന്റിൽ പറയുകയും അത് തിരിച്ചു തരുന്ന സമയത്ത് അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അത് വാങ്ങിക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടി ആരിലാണ് വരുന്നത്? ബെയിലറിലാണ് വരുന്നത്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി of the bailer to receive back the goods when they are returned by the bailee on the expiry of the terms of bailment. എന്താണ്, നമ്മുടെ ബെയിൽമെന്റിന്റെ ടേംസിനകത്ത് എക്സ്പയർ ആകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പർപ്പസ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് എന്താണോ പറയുന്നത്, അപ്പോൾ ആ എഗ്രിമെന്റ് എക്സ്പയർ ആവുന്ന ഡേറ്റോ പർപ്പസ് അച്ചീവ് ആവുന്ന ഡേറ്റോ അനുസരിച്ചിട്ട് ബെയിലി എന്ത് ചെയ്യും? ഈ ബെയിലർക്ക് ഈ സാധനം തിരിച്ചു നൽകും. ആ തിരിച്ചു നൽകുന്ന സമയത്ത് അത് റിസീവ് ബാക്ക് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ആരിലാണ് വരുന്നത്? ബെയിലറിലാണ് വരുന്നത്. ഇഫ് ദ ബെയിലർ റെഫ്യൂസസ് ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് ദെൻ ഹി ബിക്കം ലയബിൾ ടു കോമ്പൻസേറ്റ് ദ ബെയിലി ഫോർ ദി നെസസറി എക്സ്പെൻസസ് ഫോർ കസ്റ്റഡി. എന്താണ്, ഇനി നമ്മൾ എഗ്രിമെന്റിൽ പറഞ്ഞത് തിരിച്ചെടുക്കാമെന്നാണ്. എന്നിട്ട് ഈ ബെയിലി ഇത് തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ബെയിലർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ ബെയിലിക്ക് എന്ത് നൽകണം? ഇത് വീണ്ടും അദ്ദേഹം സേഫായിട്ട് അല്ലെങ്കിൽ സേഫായിട്ട് സൂക്ഷിക്കുന്നതിനുള്ള കോമ്പൻസേഷൻ ആര് നൽകേണ്ടതായിട്ടുണ്ട്? ബെയിലർ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അടുത്ത ഡ്യൂട്ടി പറഞ്ഞത്? ഡ്യൂട്ടി ടു റിസീവ് ബാക്ക് ദ ഗുഡ്സ് ആണ്. ഇനി ഇതുപോലെ തന്നെ ബെയിലറിന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അതുപോലെ എന്തുണ്ട്? റൈറ്റ്സും ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് ബെയിലറുടെ റൈറ്റ്സ് എന്നാണ് ഇനി നമ്മൾ നോക്കാനുള്ളത്. റൈറ്റ്സ് ഓഫ് ബെയിലർ എന്താണ്? ഫസ്റ്റ് വൺ, റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട്. സെക്ഷൻ 153 അനുസരിച്ചിട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള, അതായത് നിർത്താനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. ബെയിലർ ക്യാൻ ടെർമിനേറ്റ് ദ കോൺട്രാക്ട് ഓഫ് ബെയിൽമെന്റ് ഇഫ് ദ ബെയിലി ഡസ് എനി ആക്ട് വിച്ച് ഈസ് എഗനസ്റ്റ് ദി ടേംസ് ഓഫ് ബെയിൽമെന്റ്. എന്താണ്, വെറുതെ പോയിട്ട് നമ്മുടെ കോൺട്രാക്ട് അങ്ങ് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാണ് നമ്മുടെ ബെയിലർക്ക് ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ബെയിലി നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ആ സമയത്ത് ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ലെറ്റ് എ ഹോഴ്സ് ടു ബി ഫോർ ഹിസ് ഓൺ റൈഡിംഗ് ഓൺലി. ബി യൂസസ് ദി ഹോഴ്സ് വിത്ത് ക്യാരിയേജ്. എ ക്യാൻ ടെർമിനേറ്റ് ദ ബെയിൽമെന്റ്. എന്താണ്, എയ്ക്ക് ഒരു കുതിര ഉണ്ടായിരുന്നു, അത് ബിക്ക് ജസ്റ്റ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തു, കുതിരക്കകത്ത് സവാരി നടത്തട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെന്റിലാണ് കൊടുത്തത്. പക്ഷെ എന്ത് ചെയ്തു? ബി ആ ഒരു കുതിര ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അപ്പോൾ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുത്ത അല്ലെങ്കിൽ റൈഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്ത സാധനം ക്യാരി വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിച്ചത്? ബി ഉപയോഗിച്ചത്. അപ്പൊ അവിടെ എന്താണ്? എഗനസ്റ്റ് ദ ടേംസ് ആണ് അല്ലേ? നമ്മുടെ കോൺട്രാക്റ്റിൽ പറഞ്ഞ ടേംസിന് എഗനസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബെയിലർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്, എഗനസ്റ്റ് ദ ടേംസ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ. ഫസ്റ്റ് വൺ പറഞ്ഞത് റൈറ്റ് ടു ടെർമിനേറ്റ് ദ കോൺട്രാക്ട് ആണ്, സെക്ഷൻ 153 ആണ്. നെക്സ്റ്റ് പറയുന്നത് റൈറ്റ് ടു ഡിമാൻഡ് ബാക്ക് ദ ഗുഡ്സ് ലെറ്റ് ഗ്രാഷ്യസ്ലി അറ്റ് എനി ടൈം. എന്താണ്? സെക്ഷൻ 159 അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാഷ്യസ് ബെയിൽമെന്റ് ആണ് നടത്തിയത് എങ്കിൽ തിരിച്ച് ആ ഒരു സാധനം തിരിച്ചു മേടിക്കാൻ അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇഫ് ദ ഗുഡ്സ് ആർ ബെയിൽഡ് വിത്തൗട്ട് എനി റിവാർഡ്, എന്താണ് കൺസിഡറേഷനോ റിവാർഡോ പേയ്മെന്റോ ഒന്നും ഇല്ലാതെ നടത്തുന്ന ബെയിൽമെന്റ്, അതിനെയാണ് നമ്മൾ ഗ്രേഷ്യസ് ബെയിൽമെന്റ് എന്ന് പറഞ്ഞത്. ദ ബെയിലർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഡിമാൻഡ് ബാക്ക് ദ ഗുഡ്സ് ഈവൻ ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി ഫിക്സഡ് ടൈം ഓർ ദി അച്ചീവ്മെന്റ് ഓഫ് ദി പർപ്പസ്. എന്താണ്? ബെയിലർ ബെയിലിക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലാതെയാണ് ഒരു സാധനം ഡെലിവറി ചെയ്തത് എങ്കിൽ എഗ്രിമെന്റ് തീരുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് മുന്നേ, അതായത് നമ്മുടെ ഫിക്സഡ് ടൈം കഴിയുന്നതിന് മുന്നെയോ, ബിഫോർ എക്സ്പയറി ഓഫ് ദി ഫിക്സഡ് ടൈം ഓർ അച്ചീവ്മെന്റ് ഓഫ് ദി പർപ്പസ്, അതിന് മുന്നേ തന്നെ അത് എന്ത് ചെയ്യാം? ഡിമാൻഡ് ബാക്ക് അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? സെക്ഷൻ 159 അനുസരിച്ചിട്ട് ബെയിലർക്കുണ്ട്. അടുത്ത് വരുന്ന റൈറ്റ് ആണ് റൈറ്റ് ടു ഫയൽ എ സ്യൂട്ട് എഗനസ്റ്റ് എനി റോങ് ഡുവർ. എന്താണ്? സെക്ഷൻ 181 പ്രകാരം ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി നമ്മൾ ഈ ഡെലിവറി ചെയ്ത ഗുഡ്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റായ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. അതാണ് പറയുന്നത് എ റോങ് ഡുവർ ഈസ് എ തേർഡ് പേഴ്സൺ ഹു ഡസ് സം റോങ്ഫുൾ ആക്ട്. എന്താണ്? തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ഒരു ഔട്ട്സൈഡ് പേഴ്സണെയാണ് നമ്മൾ റോങ് ഡുവർ എന്ന് പറഞ്ഞത്. ഇഫ് എനി റോങ് ഡുവർ ഡസ് സം ഇഞ്ചറി ടു ദ ഗുഡ്സ് ബെയിൽഡ് or deprives
authorize the bailey to use the goods, then the bailier may file a suit against the wrongdoer and can recover compensation from him. എന്താണ് നമ്മൾ നടത്തിയ ബെയിൽമെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗുഡ്സ് ബെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ബെയിൽ ചെയ്ത ഗുഡ്സിനകത്ത് എന്തെങ്കിലും ഇഞ്ചറി വരുത്തുകയോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബെയിലിയെ എന്താണ് സമ്മതിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു റോങ് ഡുവർക്കെതിരെ എന്താണ് കേസ് ഫയൽ ചെയ്യാനും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ റിക്കവർ ചെയ്യാനുമുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്, അക്കോർഡിംഗ് ടു സെക്ഷൻ 181. അതുപോലെ തന്നെ അടുത്ത് വരുന്ന റൈറ്റ് ആണ് റൈറ്റ് ടു ഫയൽ എ സ്യൂട്ട് ഫോർ ദി എൻഫോഴ്സ്മെന്റ് ഓഫ് ദി ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് അപ്പോൺ എ ബെയിലി. എന്താണ് ബെയിലി ചെയ്യേണ്ട ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതിനെതിരെ എന്താണ് സ്യൂട്ട് ഫയൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ഒരു കേസ് കൊടുക്കാനുള്ള റൈറ്റ് നമ്മുടെ ബെയിലർക്കുണ്ട്. ഇഫ് ദ ബെയിലി നെഗ്ലക്ട് ഹിസ് ഡ്യൂട്ടീസ്, എന്താണ് നമ്മൾ ബെയിലറുടെ ഡ്യൂട്ടി പറയുന്നത് പോലെ തന്നെ ബെയിലിക്കും ഡ്യൂട്ടീസ് ഉണ്ട്, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ആര് ബെയിലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ അതാണ് പറഞ്ഞത് ഇഫ് ദ ബെയിലി നെഗ്ലക്ട് ഹിസ് ഡ്യൂട്ടീസ് സച്ച് ആസ് ഡ്യൂട്ടി ടു ടേക്ക് കെയർ ഓഫ് ദി ഗുഡ്സ്, ടു റിട്ടേൺ ദ ഗുഡ്സ് ഓൺ ടൈം എക്സെട്ര, ദ ബെയിലർ ഹാസ് ദി റൈറ്റ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ് ബൈ ഫയലിംഗ് എ സ്യൂട്ട് അഗൈൻസ്റ്റ് ദ ബെയിലി. എന്താണ് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ടേക്ക് കെയർ ചെയ്യാതിരുന്നാലോ അല്ലെങ്കിൽ സമയം കഴിഞ്ഞിട്ട് അത് തിരിച്ചു തരാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം? ബെയിലർക്ക് ഒരു പരാതി എവിടെ കൊടുക്കാം? കോർട്ട് ഓഫ് ലോയിൽ കൊടുക്കാനുള്ള ഒരു റൈറ്റ് എന്തുണ്ട്? ബെയിലർക്ക് ഉണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത് തേർഡ് പേഴ്സണെതിരെയും കൊടുക്കാം, അതുപോലെ തന്നെ ബെയിലിക്കെതിരെയും കൊടുക്കാം. എന്താണോ ആക്ഷൻ ചെയ്യേണ്ടത് ആ ആക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്യൂട്ട് എന്ത് ചെയ്യാൻ പറ്റും? ബെയിലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അത് ബെയിലറുടെ ഒരു റൈറ്റ് ആണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.